മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. சிவா, எனக்கு ஒண்ணு தெரியுமா? எங்க மதுரை மீனாட்சி அம்மன் கோவில்ல பண்டிகை வரும்போது எவ்வளோ ஜாலியா இருக்குன்னு தெரியுமா? நாங்க எல்லாம் கோவில்ல போயிட்டு வருவோம். அப்போ அங்க வீட்ல எல்லாம் கொட்டை கொட்டையா பூவெல்லாம் வைப்பாங்க. கொட்டைன்னா எவ்வளோ கொட்டை தெரியுமா? உனக்கு யோசிக்கவே முடியாது. எவ்வளோ பொண்ணுங்க இருக்காங்களோ அவ்வளோ கொட்டை. நினைச்சு பாரு. அதுல இருக்கிற பூவெல்லாம் எடுத்து நாங்க அள்ளி அள்ளி தலையில எல்லாம் வைப்போம். ஷூ செம்மையா இருக்கும். அந்த டைம்ல எல்லாம் மதுரைக்கு போய் ஜாலியா அதெல்லாம் ஒரு டைம். நெக்ஸ்ட் டைம் போகும்போது உன்னையும் கண்டிப்பா கொண்டு போறேன். என்ன நீ வருவல? நான் யார்கிட்ட சொல்லிட்டு இருக்கேன் பாரு. சிவா, சிவா, சிவா. ആമാ ആന്റി പഴനീത്തെ സ്റ്റെപ്പ് കയറി മൊട്ടയടിച്ചു. എന്നിട്ട് എന്ത് പറ്റി? மதுரை மீனாட்சி அம்மா பழனி கோவில்ல போயிட்டு பிரார்த்தனை பண்ணினாங்க. മുരുകനെ കാണാനാ? என்ன சிவா இது? நான் எவ்வளவு ஜாலியா கதை சொல்லிட்டு இருக்கேன், நீ ஒண்ணுமே கேட்காம இப்படி எல்லாம் சொல்லிட்டு இருக்க. തൂക്കം വന്നു പോച്ച ആന്റി. ആന്റി ബാക്കി പറ. പഴനി പോയിട്ട് ആന്റി എന്ത് ചെയ്തത്? പിന്നെ എന്താ അവിടെ? அம்மா, நான் ஜாலியா கதையெல்லாம் சொல்லிட்டு இருக்கும்போது இவன் தூங்கிட்டு இருக்காம்மா. നിന്റെ കഥ കേട്ടാലേ ആർക്കായാലും തൂക്കം വരും. അമ്മ, അത്രയ്ക്ക് സുഖമായിട്ടില്ലേ നീ കഥ പറയുന്നത്? ചിത്ര ചേച്ചി താരാട്ട് പാടുന്നത് പോലല്ലയോ? രാവിലെ ശിവ എണ്ണീച്ചാലും ഉറക്കം തൂങ്ങിക്കൊണ്ടേ വരത്തുള്ളൂ. ഉറക്കക്ഷീണം മാറാത്തോണ്ടല്ല അമ്മുമ്മ. എങ്ങനെ ഉറക്കക്ഷീണം മാറും? എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടല്ലേ ഇരിപ്പ്. നിന്റെയൊക്കെ ഈ പ്രായത്തിൽ ഞാനേ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കും. എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ സർവ്വതും ചെയ്യും. എന്നിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോണം. പോയിട്ട് വന്നിട്ട് വേണം 6 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോകാന്. അന്ന് വണ്ടിയും വെള്ളമൊന്നും ഇല്ലല്ലോ ശിവ. വണ്ടിയും വെള്ളവും ഇല്ലല്ലോ. അമ്മ നടന്നല്ലേ പൊക്കോണ്ടിരുന്ന. ഇപ്പൊ ഇന്ന് വണ്ടിയും വെള്ളം ഉണ്ടല്ലോ, സൗകര്യം ഉണ്ടല്ലോ, അതിൽ കയറി പൊക്കൂടെ അമ്മുമ്മ? സൗകര്യം കൂടിപ്പോയതാ നിനക്കൊക്കെ ഇത്രയും ക്ഷീണത്തിന് കാരണം. ചേച്ചി, എന്തുവാ ചേച്ചി? എനിക്കന്ന് ക്യൂടെക്സ് കാണാനില്ല. ക്യൂട്ടക്സ് എന്ത് നടന്നു പോയാ? എന്താ നീ ചെയ്തേ ക്യൂട്ടക്സ് എടുത്തിട്ട്? ചേച്ചി ഇന്നലെ തന്നില്ലേ ആ ക്യൂടെക്സ് കാണാനില്ല. എന്ത് കൊണ്ടുവന്ന് കൊടുത്താലും വല്ലയിടത്തും കൊണ്ട് കളയും. ഒരു സാധനം സൂക്ഷിച്ചു വെക്കൂല ഉച്ച. ആ ഒരു ശീലം ഇവിടെ ആർക്കും ഇല്ലല്ലോ. കേശുവിനുണ്ടായിരുന്നു, ഇപ്പം അവനും ഇല്ല. ചേച്ചിക്ക് അറിയാലോ എനിക്ക് ക്യൂടെക്സ് ഭയങ്കര ഇഷ്ടമാണ്. സൂക്ഷിച്ചു വെക്കുമെന്ന് ചേച്ചിക്ക് അറിയാലോ. ഇത് ആരെ എടുക്കുന്നുണ്ട്? അല്ല, ഞാനേ ഇന്നലെ തന്ന ക്യൂടെക്സിന് എന്ത് പറ്റിയെന്ന് കാണാനില്ല. ആ ഡാർക്ക് മെറൂൺ കളറാ? അത് തന്നെ. എന്റെ കൊച്ചതിന് നല്ല വിലയുണ്ട്. എവിടെ കൊണ്ടാ കളഞ്ഞേ നീ? ஐயோ, அந்த விலையுள்ள கியூடெக்ஸா? ஆமா ஆன்ட்டி. பாரு, என்ன பாரு இது? அது பார்த்து வைக்க வேண்டாமா? எங்கிட்ட கொடுத்துனா நானாவது பார்த்து வைப்பேனே. കനകത്തിന്റെ കൈ തന്നാലേ കനകം എടുത്ത് ഉപയോഗിക്കുമെന്ന് വിചാരിച്ചാ തരാന്. അമ്മൂമ്മ, ചേച്ചിയുടെ വേറെ ക്യൂടെക്സ് ഉണ്ടോ? ആടി, ഞാൻ ഇവിടെ സലൂൺ നടത്തുവാണല്ലോ. നീ പൊണ്ണെങ്കിൽ തന്നെ നിനക്ക് തരത്തുമില്ല. സാധനങ്ങളെ സൂക്ഷിക്കാൻ പറ്റുമ്പോഴത്തേക്ക് മോളൊന്ന് വാങ്ങിച്ചാ മതി. ചേച്ചി, അവനവന്റെ സാധനങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ ഇവിടെ ഒരൊറ്റ ഒരെണ്ണം പഠിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് കനകത്തിന് അറിയാവോ? ഇങ്ങ വെക്കறதுக்கு ഇടമില്ല. അതുകൊണ്ടല്ല, ഒറ്റ ഒരെണ്ണത്തിന് ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ട്. അമ്മൂമ്മ, ഉത്തരവാദിത്വം എന്ന് വെച്ചാ എന്തോ? ഉത്തരവാദിത്വം എന്ന് വെച്ചാ ഉത്തരവാദിത്വത്തിന് അർത്ഥമില്ല. അർത്ഥമുണ്ട്. ഉത്തരം പറയേണ്ട ചുമതല, കൃത്യതാബോധം, ഇതിനൊക്കെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് തന്നെ, അതാ അതിന്റെ ഉത്തരം. ഓഹോ, ചേച്ചി ക്യൂടെക്സ് ഒന്ന് കണ്ടുപിടിച്ചതാ. ആടി, കൊച്ചോൾ പങ്കാളത്ത് നിന്റെ കൂട്ടസപ്പം വരാൻ ഞാൻ നീയായിട്ട് കണ്ടുപിടിച്ച് എനിക്ക് തരണത്. ചേച്ചി പ്ലീസ്. എന്ത് കഷ്ടമായത്. ഉറങ്ങാൻ വിടൂല മനുഷ്യനെ. ചേച്ചി, നമുക്ക് ക്യൂടെക്സ് നോക്കാം. എനിക്ക് മയ്യ. അയ്യോ, ശിവ ഉറക്കം തൂങ്ങി നിൽക്കുക. അപ്പോഴാ നിന്റെ ഒരു കൂട്ടസ്.
അവള് കൂട്ടസോട് പറഞ്ഞാൽ എന്നെ ഉറക്കത്തിനെ പറയണം കേട്ടോ. ചേച്ചി നോക്കി താ. ക്യൂടെക്സ് അവിടെ കൊണ്ട് വെച്ച് ചേച്ചി, എനിക്ക് ശിവചേച്ചി രണ്ടാമത് തന്ന ക്യൂടെക്സ് കാണാനില്ല. അവളല്ലാതെ വേറെ ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും സാധനം തരുമോ? ചേച്ചി വരത്തില്ല, ശിവചേച്ചി വരും. ആടി, ചേച്ചി പിന്നെ ഒന്നും തന്നിട്ടില്ലല്ലോ. നീ നോക്കിക്കോ, ഒരു വക എന്റെ കയ്യിൽ നിന്ന് കിട്ടൂല. അത് തന്നെ ലച്ചു, ഇനി ഒരു സാധനം കൊടുക്കാൻ പാടില്ല. ഞാനിനി ഒന്നും കൊടുക്കൊന്നുമില്ല. ഗൗരവമായി പിന്നെ ലച്ചേച്ചിയുടെ കൂട്ടല്ലേ, അതുകൊണ്ട് എനിക്ക് തരത്തില്ലെന്ന് എനിക്കറിയാം. ഓ, എന്തോന്നാ പിള്ളേരെ കൊച്ചിനോട് നടന്ന് വഴക്കുണ്ടാക്കുന്നേ? നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? അത് ഞങ്ങൾ വഴക്കുണ്ടാക്കിയതല്ല, അവളായിട്ട് ഇങ്ങോട്ട് വന്നതാ വഴക്കുണ്ടാക്കാൻ. വന്നതാ. എന്തോ ചേച്ചി, ഞാൻ റൂമിനകത്ത് സൂക്ഷിച്ചു വെച്ച സാധനമാണ്. ചേച്ചി കണ്ടെങ്കിൽ പറ. ക്യൂടെക്സ് ആണ്. ആ, ഞാൻ കണ്ട്. എവിടെ വെച്ചുണ്ട്? ഇവളെടുത്ത് പാറമട ഇറങ്ങണം ഞാൻ കണ്ടു. ചേച്ചി അതും ചെയ്യും. ആടി, ഞാനത് ചെയ്യും. എന്താ എന്ത് എന്ത് എന്താ എന്ത് നിങ്ങൾക്ക് എന്താടേ? ഇതാ വാതോർത്ത് പറ, എന്താ കാര്യം? എന്ത്? പിന്നെ മെർലിൻ തിരുവനന്തപുരത്ത് പോയി പെട്ടെന്ന്. മെർലിൻ പെട്ടെന്ന് ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്താ? നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ അവളെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവള് മെസ്സേജ് അയക്കാൻ വേണ്ടി വരുമായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു ഞഞ്ഞാ പിഞ്ഞയൊക്കെ പറഞ്ഞു. എടാ, ചിലപ്പം ഡാഡിയുടെ കൂടെ വല്ലതും പോയതായിരിക്കും. അവളിന് കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. അയ്യേ, അതിന് നീ എന്തിനായിരുന്നു മോങ്ങുന്നത്? എന്നാ ആര് മോങ്ങി? മോങ്ങാൻ വേറെ ആളെ നോക്കണം, വേറെ വേലയില്ല. യേശു, പോട്ടെ, ഇവിടെ ഇവിടെ. നീ വിഷമിക്കല്ലേ. വിഷമം ഒന്നിനൊരു പരിഹാരമല്ല. ഞാൻ നിനക്കൊരു വഴി പറഞ്ഞുതരാം. നീ ഒരു കാര്യം ചെയ്യ്, മെർലിന്റെ വാലയിൽ തൂങ്ങി നീ നേരെ തിരുവനന്തപുരത്തോട്ട് ചെല്ല്. അതാകുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് അവളെയും കാണാം, പോലത്തിന്റെ പത്മനാഭനെയും കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞിങ്ങ് പോരാം. എന്താ പറയുന്നു? എവിടെ കാണുന്നില്ല. ആരെ? ആരാ? ആരെ? എന്റെ ക്യൂടെക്സ്. பாரு, நீ வருத்தப்படாத பாரு, நம்ம தேடி கண்டுபிடிக்கலாம். ஆன்ட்டி ஹெல்ப் பண்றேன். ആന്റിക്ക് എന്തോന്ന് ആന്റി? അത് ഇവളെ തന്നെ ഓർമ്മയില്ലാതെ വല്ല അടുപ്പിലും കൊണ്ടിട്ട് കാണും. എനിക്ക് ചേച്ചിയാണ് സംശയം. ഇവിടെ എന്തെങ്കിലും സാധനം കാണാതെ പോയ ഉടനെ ചേച്ചിനെ സംശയിക്കണം കേട്ടാ. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരം പറഞ്ഞോണം. എന്റെ അമ്മയാണ് സത്യം, ഞാൻ ആ സാധനം എടുത്തിട്ടില്ല. ഞാനും എടുത്തിട്ടില്ല. ഇപ്പൊ പാറു നിനക്കറിയാല്ല, ഞാൻ ആ ക്യൂടെക്സ് എടുത്തിന് എനിക്ക് ഒരു ഉപയോഗമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കില്ല. കേശവനൊന്നും പറയണ്ട. കേശവണ്ടായാലും എന്ത് കിട്ടിയാലും മെർലിൻ ചേച്ചി കൊണ്ട് കൊടുക്കുമല്ലോ. കൊച്ചിന് കുട്ടിത്തിരിഞ്ഞ ഓർറി. അതൊന്നും അല്ല പിള്ളേരെ, എന്റെ മൊബൈൽ കാണാനില്ല. உங்க மொபைல் காணுமா? കാണുന്നില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ. അമ്മ അത് അവിടെ എവിടെങ്കിലും കാണും. അമ്മേരാ പഴയ മൊബൈൽ ആരെടുക്കാനാണ് അല്ലേ? അത് തന്നെ, അതിനകത്തൊരു മനുഷ്യൻ വിളിക്കാറൂടെ ഇല്ല. അപ്പൊ തന്നെ വല്ലപ്പോഴും തോന്നിയാ വിളിച്ചാലായി, അതുകൂടി ഇല്ല. പിന്നെ ഫോൺ. ഓ, എന്നെ വിളിക്കാൻ ആരുമില്ല, നിങ്ങളെ വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഏട്ടാ, ഇത് ഈ പാറുവിന്റെ കാര്യത്തിനേക്കാളും കഷ്ടമാണല്ലോ അമ്മൂമ്മയുടെ കാര്യം. ഭയങ്കര പ്രശ്നം തന്നെ. പാറുവാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും കൊണ്ട് വെച്ചാൽ ഓർക്കെങ്കിലും ചെയ്യും. അമ്മൂമ്മയാണെങ്കിൽ അതും ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഫ്രീസറിൽ വല്ലതും പോയി തപ്പിയോ അതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ ഫോൺ? അയ്യോ, എല്ലാവരോടും ഒന്ന് ചിരിക്കുന്നുണ്ടല്ലയോ. എന്നാ അമ്മൂമ്മയുടെ മൊബൈൽ കാണുന്നില്ല, അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തപ്പി കൊടുക്കാം. അങ്ങനെയല്ല, എല്ലാവരോടും പറഞ്ഞിരുന്ന് വിസ്തരിച്ചിരുന്ന് ചിരിക്കുക. கேசு, அம்மாவோட போன்ல கொஞ்சம் கூப்பிட்டு பாருப்பா. കൂപ്പിട്ട് പാക്കാമല്ലോ. അതിന് എന്റെ നമ്പർ അവൻ അറിയാവോ എന്തോ?
ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെ നമ്പർ അവരെ അറിയാം. എന്നാ പിന്നെ ഞാൻ വിളിക്കണില്ല. എടാ ഒന്ന് വിളിച്ചു നോക്ക്. നമ്പർ പറപ്പോ. അതെനിക്ക് കാണാതെ അറിഞ്ഞൂടാ. റിങ് ചെയ്യാനുണ്ട്. എവിടുന്ന് ഇറങ്ങിയെന്ന്? അമ്മമ്മ അതൊന്നും ഇതിനകത്ത് പറയില്ല. റിങ് ചെയ്യണ് ഇത്ര തന്നെ. കട്ടായി. ശരി. കനകം, നിന്റെ ഫോണാണെന്ന് കരുതി എന്റെ ഫോൺ നീ എടുത്ത് കടലങ്ങാണം കൊണ്ടുപോയോ? இல்லம்மா நான் எல்லாம் கொண்டு போல. ചേച്ചി അമ്മ അടുക്കളയിൽ വെച്ച് പറഞ്ഞൊരു ബോധം ഉണ്ടായിരുന്നല്ലോ. ഉത്തരവാദിത്ത ബോധം. അമ്മൂമ്മയ്ക്ക് ഉത്തരവാദിത്ത ബോധം തീരെയില്ല. പിന്നെ വേറൊരു ബോധം കൂടെ പറഞ്ഞായിരുന്നല്ലോ. കൃത്യത ബോധം, ഉത്തരം പറയാനുള്ള ചുമതല. ആ അതെ അത് അമ്മൂമ്മയ്ക്ക് തീരെ. അയ്യോ അയ്യോ ഓ ഇവിടങ്ങുമില്ല. കണ്ടോ നോക്ക്, നേരാമണം തൂക്കത്ത് പോലും ഇല്ല ഇവിടങ്ങ്. അതിനും എൻ്റെ കൈ ചെല്ലണം. കിട്ടിയോടാ? എന്തോന്നു? മൊബൈല് കിട്ടിയോന്ന്? അതെങ്ങനെയാ? അവനതിനൊന്നും സമയമില്ലല്ലോ. ഇങ്ങോട്ട് നീക്ക്. മൊബൈല്? അമ്മൂമ്മ മൊബൈല് ഞാൻ തപ്പാൻ ഞാൻ അടുക്കളയിലില്ല കേട്ടോ. കനകന്റെ തപ്പി ഇല്ലെന്ന് പറഞ്ഞ്. പിന്നെ കനകന്റെ വർക്ക് ഏരിയ സൈഡിൽ കിടന്ന് തപ്പണുണ്ട്. കണ്ടോ, ആ കൊച്ചിനുള്ള ഒരു ഉത്തരവാദിത്വം പോലും നിനക്കൊന്നും ഇല്ല. ഏത് കൊച്ച്? കനകേച്ചിയാ? കനകേച്ചി വേറൊന്നും കൊണ്ട് നോക്കണല്ല, അമ്മയുടെ വായിരിക്കണ തെറി കേൾക്കാൻ വയ്യാത്തോടാണ് കനകേച്ചി നോക്കണം. എന്തോന്നാ പറഞ്ഞത്? തെറിയോ? അമ്മൂമ്മ തെറിയല്ല, വഴക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാലും അത് എവിടെ പോയി? ആരോടെങ്കിലും കാണും. എന്തായാലും ഭംഗിയാണുണ്ടല്ലോ. എടാ ചിലപ്പോ സൈലന്റ് ആയിരിക്കൂടാ. സൈലന്റ് ഒന്നും അല്ല, ഞാൻ ബെല്ലൊക്കെ കേട്ടതാ. ചിലപ്പോ അത് അമ്മൂമ്മനെ എവിടെയെങ്കിലൊക്കെ കുത്തിപ്പിടിച്ച് നോക്കി സൈലന്റ് ആയി പോയിട്ടുണ്ടെങ്കിലോ? ഓ നല്ലൊരു ഫോണായിരുന്നു. ഏത് അതാ? അതൊരു 10 തവണ മുന്നേ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. അത് തന്നെ. ഓ ലക്ഷക്കണക്കിന് രൂപയുടെ ഫോൺ കയ്യിലിരിക്കുന്നതിന്റെ അഹങ്കാരമായിരിക്കും. നിന്റെയൊക്കെ ഫോൺ പൊന്നെ പ്രാഗല്ലേ? അമ്മൂമ്മ ഞാനും പ്രാഗേണ്ടല്ലോ, അത് അച്ചട്ട അതേപോലെ നടക്കും. എന്റെ അമ്മ എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് തരാം. കണ്ടുപിടിച്ച് തരണം, അല്ലെങ്കിൽ നിന്റെയൊക്കെ ഫോൺ പ്ലീസ് വരുത്, കണ്ടുപിടിച്ച് തരാം. അമ്മ എല്ലായിടും നോക്കിയായിരുന്നോ? എല്ലായിടവും നോക്കി. ബാഗിന്റെ അകത്ത് നോക്കിയാ മേരെ? 2 തവണ നോക്കി. എന്റെ ബാഗ് നോക്കിയാ? നോക്കി. ആരുടെ അടുത്ത് നോക്കിട്ട് എന്റെ ബാഗ് തപ്പിയത്? ചേച്ചി കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ, അപ്പൊ അതുകൊണ്ട് തപ്പിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അമ്മ കട്ടന്റെ അടി നോക്കിയാ? എല്ലായിടവും നോക്കി. ഇനി എല്ലായിടത്തും നോക്കി നമ്മൾ എവിടെ നോക്കാനാണ് അമ്മ? അമ്മ അമ്മ മാവന്റെ അവിടെ നോക്കിയായിരുന്നോ? ശരിയാണല്ല, പറഞ്ഞല്ല. അമ്മമ്മ ഇന്നലെ ആ മാവിന്റെ വീട്ടിൽ ഫോൺ വിളിക്കണുണ്ടല്ലോ, ഭയങ്കര തുള്ളക്കൊക്കെ ആയിരുന്നു. എടാ ഇന്ന് രാവിലെ ഞാൻ കായംകുളത്തുള്ള സീതാദേവിയെ വിളിച്ചില്ലയോ? അപ്പൊ ഇന്നലെ ആരുടെ തുള്ളിയത്? ഉമേശന്റെ അടുത്ത്. വല്ല ഡൗട്ടും ഉണ്ടാ? കാര്യം എന്തിനായിരുന്നു അമ്മൂമ്മ? എങ്ങനെ തുള്ളാതിരിക്കും? ഇന്നലെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ആ തേങ്ങയുടെ കാശ് പോയി മേടിച്ചോണ്ട് വെക്കണം. അവൻ മറന്നുപോയെന്ന്. പിന്നെ പടിഞ്ഞാറേത്തിരിക്കുന്ന മാവേലെ മാങ്ങ മൊത്തം പഴുത്ത് നിൽക്കുക, അതൊന്ന് പറിച്ചു വെക്കാൻ പറഞ്ഞു. അവന് സമയമില്ല. എടാ ആ വരിക്കപ്ലാവിലെ ചക്ക മൊത്തം വിളഞ്ഞു പഴുക്കാറായി നിൽക്കുക. അവന് വേണ്ടായെങ്കിൽ ആർക്കെങ്കിലും അടത്തി കൊടുക്കാൻ പറഞ്ഞു, അതും അവന് വയ്യ. ആർക്കെങ്കിലും അടത്തി കൊടുക്കണ ചക്ക? അമ്മൂമ്മ എന്തിനു പരിപാടി? എന്തടി എനക്ക്? ഞാൻ തപ്പുന്നേ. കണ്ടോടാ, കണ്ടോ എന്റെ കൊച്ചു കിടന്ന് ഫോൺ തപ്പുന്ന കണ്ടോ? എന്റെ കുഞ്ഞിനുള്ള ആത്മാർത്ഥത പോലും നിങ്ങൾക്കൊന്നും ഇല്ലാതെ പോയല്ലോ. ആരും അറിഞ്ഞു ഫോൺ നോക്കുന്നതെന്ന്? ഞാൻ എന്റെ ക്യൂടെക്സ് നോക്കുക. അയ്യോ ശരിയുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്റെ ഫോൺ തപ്പുമായിരിക്കുന്നു. ഒരു വലിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ അവിടെ ഒരു എന്റെ കൈ കിട്ടും. നിന്റെയൊക്കെ ഫോണേ, നിന്റെയൊക്കെ ഫോൺ വേണ്ട, ഞങ്ങൾ തപ്പെടുത്ത് തരാം. ലച്ചേ നോക്ക്, ഞാൻ പോയി തപ്പാ. തപ്പാം. നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്റെ ലക്ഷ്യങ്ങൾ വിലയുള്ള ഫോൺ അല്ലല്ലോ. പോയി നോക്കടാ. പോണം.
ഏയ് അങ്ങനെയല്ലടോ. പക്ഷെ ചെന്നൈ നിൽക്കുമ്പോഴത്തേക്കും ഇവിടത്തെ നാടൻ ചോറും മീൻകറിയും പുളിശ്ശേരിയും ചക്കപ്പുഴുക്കൊക്കെ മിസ് ചെയ്യും. അതേസമയം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലോ അവിടുത്തെ രസം സാദവും സാമ്പാർ സാദവും തൈര് വടയും അതൊക്കെ മിസ് ചെയ്യും. പിന്നെ വീട്ടിൽ വന്നല്ലേ പറ്റുള്ളൂ. വെക്കേഷൻ ഇവിടെ ചില്ലാന്ന് വെച്ചു. ഓടുന്നു പിന്നെ. ഓ ശരി ശരി. എന്താന്നാ അത്ര ചിരിക്കാൻ? എഴുന്നേറ്റ് പോടി. അമ്മ എന്തോന്നാ അത്ര ചിരിക്കാൻ? അവിടെ എന്തെങ്കിലും നടക്കുന്നോ? ഫോൺ വെച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ. ആടോ ഞാൻ വിളിക്കാം. ശരി. എന്തു അമ്മ പ്രശ്നം? ഫോൺ സംസാരിക്കുന്ന കണ്ടില്ലേ? ഇവിടെ നമ്മുടെ ഫോൺ കാണാനില്ല. അപ്പോഴും അവരുടെ ഫോണിൽ ഒരു ചിരിയും കളിയും തമാശയും. അമ്മമ്മയുടെ ഫോൺ കാണാത്തിന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഫോൺ തെറിഞ്ഞു കളയണോ? പോട്ടെ, എനിക്കിനി ഫോണും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞാനങ്ങ് പടവലത്ത് പോവാ. എന്നെ ഇനി ആരും വിളിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. വേണ്ട, പൊക്കോ. ഇപ്പൊ തന്നെ ഓട്ടോ വിളിച്ചു തരാം. വേഗം പടവലത്തോട് ചെല്ലേട്ടാ. ഈ എങ്ങാരും എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് അമ്മമ്മയെ കാണണം വിളിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഞങ്ങൾ അപ്പന്റെ ഫോണിൽ വിളിച്ചോളാം. അതിൽ കൂടെ സംസാരിച്ചാൽ മതി. ഒന്ന് പോവച്ചേ. എന്റെ അമ്മമ്മ എന്നോട് ചാടിക്കടിച്ചിട്ട് ഒരു കാര്യമില്ല. ഫോൺ കിട്ടാൻ പോണില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തപ്പണം. നമുക്ക് തപ്പാം. അമ്മ അമ്മ എന്താ ഫോൺ കിട്ടിയാ? உங்களுக்கு கிடைச்சதா? അതാ എനിക്ക് എന്റെ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഫോൺ കിട്ടിയാന്ന്, അതുകൊണ്ടാ ചാടിത്തുള്ളി ഇങ്ങോട്ട് വന്നേന്ന്. அப்ப உங்களுக்கு ഫോൺ கிடைக்கலையா? കിട്ടിയില്ല. അയ്യോ, ഇനിയിപ്പോ എന്നെ ചെയ്യലാമാ? എന്നെ ചെയ്യലാം? ഒന്നും ചെയ്യാനില്ല. അമ്മമ്മ കുറച്ച് കാലത്തേക്ക് ഫോൺ ഇല്ലാണ്ട് അങ്ങ് ജീവിക്കും. അത്രേ ഉള്ളൂ. ഫോണില്ലാതെ ജീവിക്കാന് ആകെ മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാധനം ഫോണാ. അതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നീ ഫോണില്ലാതെ ജീവിക്കോ? ഒരു കാര്യം ചെയ്, ഒരാഴ്ച നീ ഫോൺ ഉപയോഗിക്കണ്ട. ഇങ്ങോട്ട് വാ. അയ്യോ, ഫോൺ നടക്കൂല, നടക്കൂല. അമ്മ വേണ്ടാമ്മാ. എന്റെ ഫോൺ പോയി. അമ്മമ്മ ഫോൺ കിട്ടിയാ? இல்ல பாரு, சிவாவோட போன் கீழே விழுந்தது, அவ்வளவுதான். അമ്മമ്മക്ക് എന്തോന്നാ അമ്മമ്മ വയ്യേ? ஐயோ அம்மா 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 ஐயோ அம்மா சிவா, அம்மாக்கு ஏதோ மானசிகமா ஆச்சுன்னு நினைக்கிறேன். എനിക്കെന്ത് മാനസികം? എനിക്കൊരു മാനസികവും ഇല്ല. അമ്മ എതുവാണാലും ഫോൺ നമ്മ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കാന്ന് പറയുന്നല്ലോ. നീ എന്റെ ഫോൺ കണ്ടുപിടിച്ചായിരുന്നല്ലോ. നീ കണ്ടുപിടിച്ചിട്ട് വാ. എന്നാലും എന്റെ ക്യൂടെക്സ് അവിടെ പോയെന്നാ ഞാൻ ആലോചിക്കുന്നു. ഒന്ന് പോ കൊച്ചേ. ആനക്കാര്യത്തിന്റെ ഇടയിൽ അന്ന് ചേനക്കാര്യം. சிவா, உன்னோட போனுக்கு ஏதா ஆச்சா? ശരിയല്ലേ ആന്റി? കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കഷ്ടമാണ് കേട്ടോ അമ്മമ്മ ഇത്. ഫോണിനൊന്നും പറ്റാഞ്ഞതോ? പറയുമല്ലോ ഞാൻ. ചേച്ചി, ഇനി നോക്കാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. എവിടെ? ആന്റി തുളി കഴിക്കാൻ ടെറസിന്റെ വെളിയിൽ പോയപ്പോ കൂടെ പോയായിരുന്നു. ഞാൻ ടെറസിന്റെ മണ്ടലൊന്നും പോയില്ല. അമ്മൂമ്മ പോയ കാര്യമല്ല പറഞ്ഞേ, ഞാൻ പോയ കാര്യമാണ് പറഞ്ഞേ. ഞാൻ പോയി ക്യൂടെക്സ് നോക്കട്ടെ. അപ്പോഴും അവള് കൂട്ടസിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. அம்மா, உங்க போன் மொட்டை மாடியில் இருக்கான்னு போய் பார்க்கலாம். അവിടെ കാക്ക ഓത്തി കൊണ്ടുവച്ച് കാണും. നല്ലത് വലിയ കഷ്ടം തന്നെ. തന്നെ മക്കളെ, ഭയങ്കര കഷ്ടമായി പോയി. അതാ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നേ. அம்மா, அவ போனை பத்தி சொல்றா, உங்க போனை பத்தியே இல்ல. എന്റെ പൊന്നാൻറ്റി, അമ്മൂമ്മേനെ കൊണ്ട് മേടാണ്. ആ ഫോണേ പറഞ്ഞ് കിടന്ന് നിലവിളിയാ. അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നും ഞങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് ഫോൺ. ஐயோ கௌரி, என்ன பார்த்தாலும் அப்படியே தான். போன் எங்க அவ்வளோதான். എന്നെയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുത്തുന്നുമില്ല നിർത്തുന്നുമില്ല. പോണ്, ഞാൻ പോണു. ഞാൻ പടവലത്ത് പോണു. എനിക്ക് നിൽക്കാൻ വയ്യ ഇവിടെ. അമ്മൂമ്മ എന്തൊരു വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഞാൻ അവിടെ വരാന്തേ പോയി നിൽക്കുകയായിരുന്നു. എന്നെ വന്നിട്ട് ഇങ്ങനൊരു നോട്ടം എന്ന് പറഞ്ഞാ നോട്ടം കണ്ടാ തോന്നും ഞാനാണ് അമ്മൂമ്മയുടെ ഫോൺ എവിടെ കൊണ്ട് ആർക്കോ വിറ്റിട്ട് ഞാൻ പുട്ടടിച്ചെന്ന്. നീ പറഞ്ഞ പോലെ അങ്ങനെ വല്ലതും ചെയ്താ? എന്തോ? അല്ല, നീ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ വല്ലതും ചെയ്താന്ന്? തൂക്കിയെടുത്ത് എറിഞ്ഞുണ്ടല്ലോ അവിടെ കുഴിപ്പുറത്ത് പോയി കിടക്കും. എന്നാ പിന്നെ പെട്ടെന്ന് എറിയും. ഞാനെങ്കിൽ ഓൾറെഡി കുടിപ്പടത്ത് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. വൺ സൈഡ് 400 രൂപ ഓട്ടോ കാശ്. ആണോ? എനിക്ക് 300 രൂപ ഞാൻ എടുത്തറിയാം. പിന്നെ ഇതെന്തുവാ? ക്യൂടെക്സ്. ദാരുടെ ക്യൂടെക്സ്? ആരുടെ ക്യൂടെക്സ് എന്നാ? നീ എല്ലാം എടുത്തോണ്ട് അപ്പൊ നിന്റെ ആയിരിക്കും. അല്ല, എന്റെ ബാഗ് എന്തിനാ എടുത്തോണ്ട് വന്നേ? ചേച്ചിയുടെ ബാഗിൽ ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാ.
അപ്പൊ കിട്ടിയ എന്റെ ക്യൂടെക്സ്. ഞാൻ അറിയാതെ എടുത്ത് എന്റെ ബാഗിലിട്ടതായിരിക്കും. എന്റെ കൺമുമ്പിൽ അല്ലെങ്കിൽ എന്നെ കയ്യിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കാതെ ഞാൻ എടുത്ത് ബാഗിലിടും. അല്ല ഇനിയിപ്പോ എന്ത് കുഴപ്പം? ഇപ്പൊ നിന്റെ സാധനം കിട്ടിയില്ലേ? ക്യൂടെക്സ് കിട്ടിയല്ലോ, നീ കിടന്ന് വെള്ളം വെക്കരുത്. ചേച്ചി എന്തിനാ എളുപ്പമായിട്ടാ പറയുന്നേ? എന്തിട്ടാലും ബാഗിലെടുത്തിടുവോ? ചേച്ചി ഒരു ആന കിട്ടിയ ചേച്ചി ബാഗിലെടുത്തിടുവോ? ആ എടുത്തിടും. ചേച്ചി ഞാൻ എന്റെ പൊന്നു വച്ച ദൈവം അലമുണ്ടാകില്ല, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഫോണിന്റെ വരുമ്പോൾ കൂട്ടത്തല്ലേ പ്രശ്നം. അയ്യോ എന്തുവാ ഇവിടെ ബഹളം? എന്തുവാ? അമ്മമ്മ കിട്ടി. എവിടുന്ന് കിട്ടി? ലച്ചേച്ചിയുടെ ബാഗിന്ന്. ലച്ചുവിന്റെ ബാഗിന്നോ? എനിക്ക് അപ്പോഴേ അറിയാം ലച്ചുവിന്റെ ബാഗിൽ കാണുമെന്ന്. എന്റെ ദൈവമേ, എന്ത് കിട്ടിയാലും ലച്ചു ബാഗിനകത്ത് എടുത്തു വെക്കും. ഈ ലച്ചുവിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായേക്കുവാ. അമ്മൂമ്മയുടെ ഫോൺ കിട്ടിയ കാര്യമല്ല അവള് പറഞ്ഞത്. പിന്നെ അവളുടെ ആ നെയിൽ പോളിഷ് കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. അതായിരുന്നോ? കൂട്ടസ് പൊക്കോളൂ എന്റെ മുമ്പിൽ. എനിക്ക് താ. തരത്തില്ല. കയ്യിലിടാനുള്ളയാ. അമ്മൂമ്മയുടെ ഫോണല്ലേ? നമ്മൾ ഈ വീട് മൊത്തം അരിച്ച് പറക്കി ഉള്ള എല്ലാ മുക്കിനും മൂലയിലും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തുപോയി കുഴിച്ച് വേണേലും നോക്കാം. ആ ഫോൺ ഞാൻ തപ്പി കണ്ടുപിടിച്ച് തരും, നമ്മളെല്ലാരും കൂടെ തപ്പി കണ്ടുപിടിച്ച് തരും. പോരെ? കണ്ടുപിടിച്ച് തരണം. തന്നിരിക്കും. പോരെ? ഒന്ന് മാറൂ. എന്താ? അത് ശരി, മോൻ ഇത്രയും കിടന്ന് ഡയലോഗ് അടിച്ചത് വെള്ളം കുടിക്കാനായിരുന്നു. ഇത്ര ഡയലോഗ് അടിച്ചല്ലേ, ശ്വാസം കിട്ടണ്ടേ? കുറച്ച് വെള്ളം കുടിച്ചെന്ന് വെച്ചാൽ കുഴപ്പം വെള്ളമുണ്ടോ? കുടിക്കുക. വിശക്കുകയും ചെയ്യണല്ലോ, ഇതിനകത്ത് മറ്റേ ചിക്കൻ കറി ഒന്ന്. എന്തിനത് ചെയ്യാതിരിക്കാൻ കൊണ്ടുവന്ന് വെച്ചേക്കണ? എന്റെ ഫോൺ ഇതാരാ? ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചേ? എനിക്ക് ഇപ്പൊ അറിയണം, ഇതാരാ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചേ? അമ്മൂമ്മ, ഞാൻ വല്ലോ ചെയ്യും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ എല്ലാവരുടെ അടുത്ത് ഫ്രിഡ്ജിനകത്ത് നോക്കായി. അപ്പൊ എന്താ എന്നെ പുച്ഛിച്ച്? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാനല്ല, ഇവിടെ ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടി ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചത്. അതാരാണെന്ന് മാത്രം ഇപ്പൊ പറഞ്ഞാ മതി. അമ്മൂമ്മയല്ലേ പറയാറ് അമ്മൂമ്മയുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചൂടാവണു. ഇപ്പൊ അസുഖം അങ്ങ് മാറിക്കിട്ടി. ചൂടാവുന്നതിന് നീ കൊണ്ടുവച്ചതല്ലേ? തണുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാ? എന്റെ അമ്മ, ഞങ്ങളൊന്നും കൊണ്ടുവച്ചതല്ല, അമ്മ എന്നെ കൊണ്ടുവച്ചതായിരിക്കും. എന്നിട്ടാണ് ഞങ്ങളെ പറയണത്. ഞാനങ്ങും അല്ല. ഒരാഴ്ചക്കകം നിന്റെയൊക്കെ ഫോൺ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.